മാറിയിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. ഞാനും എല്ലാവരെ പോലെയും വീഡിയോസുകൾ കാണുമായിരുന്നു, കമന്റ് ചെയ്യുമായിരുന്നു. യെസ്, നമ്മൾ ഏതൊരു വ്യക്തിയെയും പോലെയും അദ്ദേഹവും യൂട്യൂബിനെ അങ്ങനെയാണ് കണ്ടിരുന്നത്. പിന്നീട് ലോക്ക്ഡൌണിന്റെ വിരസത മാറ്റാൻ വേണ്ടി മാത്രം ഒരു ആഗ്രഹവും ഒരു സ്വപ്നവും ഒരു മോഹവും ഇല്ലാതെ അദ്ദേഹം തന്റേതായ ഒരു ചാനൽ തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നു. ആ ഒരു തീരുമാനമായിരുന്നു അർജുൻ സുന്ദരേശൻ എന്ന് പറയുന്ന സാധാരണക്കാരനെ അർജു എന്ന പേരിലേക്ക്, പ്രശസ്തിയിലേക്ക്, പ്രതാപത്തിലേക്ക്, മലയാളികളുടെ പ്രിയപ്പെട്ടവൻ എന്ന ലേബലിലേക്ക് മാറ്റിയെടുക്കാൻ കാരണമായിരുന്നത്. അങ്ങനെ തനിക്ക് കഴിയും പോലെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു രാത്രി കിടന്നു. പിറ്റേ ദിവസത്തെ ഉദയം അർജുൻ സുന്ദരേശൻ എന്ന ഉദയസൂര്യനെ മലയാളക്കാർക്ക് പരിചിതനാക്കിക്കൊണ്ടായിരുന്നു. യെസ്, ഓരോ റിഫ്രഷിങ്ങിലും 1000 സബ്സ്ക്രൈബേഴ്സ്. യെസ്, ആ ഒരു ലോക്ക്ഡൌണിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഓളം എൻ്റെ പൊന്നു. പിന്നീടുള്ള നാളുകളിൽ മലയാളികൾ സബ്സ്ക്രൈബേഴ്സ് എത്രയായി എന്ന് നിരന്തരം കയറി നോക്കിക്കൊണ്ടിരുന്ന ഒരു ചാനലായി അർജു എന്ന ചാനൽ മാറി. കൂടാതെ ടിക്ടോക്കിന്റെ അന്തകൻ എന്ന പേരിലേക്ക് കൂടി അർജുനെ എത്തിച്ച ആ ഒരു തീരുമാനം, ആ ഒരു ചാനലിൽ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു നല്ല വിഷയമായി കാണുന്നവരെ ബൈ.